പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വചനദീപ്തി എന്ന ഈ അഭിഷേക ശുശ്രൂഷയുടെ ഈ അരമണിക്കൂർ നേരം ഞാൻ നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്ന് 37-ാം അധ്യായം 4-ാം തിരുവചനം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഞാൻ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തതല്ല. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി എന്നോട് ചോദിച്ചു, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് കർത്താവിനോട്, നൊവേന ചൊല്ലാറുണ്ട്, ഞാൻ ജപമാല ചൊല്ലാറുണ്ട്, കുർബാന അർപ്പിക്കുന്നു, കൂടെ കൂടെ കുമ്പസാരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാറില്ല. എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു. ആ യാത്രയിൽ ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾ യാത്ര ചെയ്തു. ആ സമയമെല്ലാം പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ആഗ്രഹമാണ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം, അല്ലേ? നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം. ഇതാ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, കർത്താവിൽ ആനന്ദിക്കുക. എത്ര സിമ്പിളായിട്ടാണ് പറയുക, വളരെ നിസ്സാരമായിട്ട് പറയുക. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. ഈ വചനത്തിൻ്റെ വെളിച്ചം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അതിപ്രകാരമാണ് പറയുക. നമുക്കെല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു വചനഭാഗമുണ്ട്, നല്ലൊരു പാട്ടുമുണ്ട് അതിനെക്കുറിച്ച്. ഹബക്കുക്ക് 3:17 നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ്? അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും, മുന്തിരിയിൽ ഫലങ്ങളില്ലേലും, ഒലിവിലെ കായ്കളില്ലാതായാലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, തൊഴുത്തിൽ പശുക്കളില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഇത് പറഞ്ഞ ആരാണെന്നറിയാവോ? ഹബക്കുക്ക് പ്രവാചകനാണ്. ഹബക്കുക്ക് പ്രവാചകനെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്, ബൈബിളിൽ കാണുന്നത് ദാനിയേൽ പ്രവചന ഗ്രന്ഥത്തിലാണ്. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ, ദാനിയേൽ പട്ടിണി കിടക്കുമ്പോൾ, അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കുക്കിനെ മുടിയിൽ കുത്തിപ്പിടിച്ച് ദാനിയേലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലേ, ദാ നിൻ്റെ ദൈവം നിന്നെ ഓർമ്മിച്ചിരിക്കുന്നു, നീ ഭക്ഷണം കഴിക്കുക. ഹബക്കുക്കിനെ ദൈവം നിയോഗിക്കുകയാണ്, ദൈവദൂതനെ അയച്ച് നിയോഗിക്കുകയാണ് ദാനിയേലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ആ ഹബക്കുക്ക് പ്രവാചകൻ്റെ റെസിപ്പിയാണ് ഈ തിരുവചനം. കർത്താവിൽ ആനന്ദിക്കുക. മറ്റൊന്നും ആവശ്യമില്ല. ഒലിവെണ്ണ വേണ്ട, മുന്തിരിച്ചാറ് വേണ്ട, അത്തിപ്പഴം വേണ്ട. നിന്റെ വിശപ്പടക്കാൻ, നിന്റെ ആരോഗ്യത്തിന്, ബലത്തിന്, ഉന്മേഷത്തിന് എന്തു വേണം? കർത്താവിൽ ആനന്ദിക്കുക. ഇതാ തിരുവചനത്തിലേക്ക് വീണ്ടും പോകുമ്പോൾ പൗലോസ്ലീഹ മടുപ്പ് കൂടാതെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുക. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം നാം സന്തോഷത്തോടെ ആയിരിക്കണമെന്നാണ്. അതിന് നമുക്ക് തർക്കമില്ല, സംശയമില്ല. കാരണം തൻ്റെ മക്കൾ എപ്പോഴും ആനന്ദത്തോടു കൂടെ ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ആനന്ദം സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ ആനന്ദിക്കാൻ പറ്റും? ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു രോഗക്കിടക്കയിൽ ആശുപത്രിയിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥ മന്ദിരത്തിലോ വയോധികരുടെ മന്ദിരത്തിലോ ആയിരിക്കാം, തനിച്ചാക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം, കടബാധ്യതകൾ ഏറിയ അവസ്ഥയിലായിരിക്കാം, മക്കൾ ഉപേക്ഷിച്ച അവസ്ഥയിലായിരിക്കാം, സ്നേഹിച്ച വ്യക്തി വഞ്ചിച്ച അനുഭവത്തിലായിരിക്കാം. ആനന്ദിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസിക്ക് ആനന്ദിക്കാൻ പറ്റണം. എല്ലാ വേദനയുടെ നടുവിലും ദുഃഖത്തിൻ്റെ നടുവിലും നമുക്ക് ആനന്ദിക്കാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയുടെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ അവന് ആനന്ദം നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അവൻ്റെ ആനന്ദത്തെ എടുത്തു കളയാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ക്രിസ്ത്യാനിയുടെ ആനന്ദം കർത്താവിലാണ്. കർത്താവിലുള്ള അവൻ്റെ ആനന്ദത്തെ മറ്റാർക്കും ഒന്നിനും എടുത്തു കളയാൻ പറ്റുകയില്ല. നിൻ്റെ ആനന്ദം ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിൽ അതൊക്കെ കെട്ടുപോകും. ഒരുപക്ഷെ നിൻ്റെ ആനന്ദം ഇന്ന് യൗവനത്തിൻ്റെ തിളപ്പിൽ മറ്റു പല കാര്യങ്ങളിലുമാണെങ്കിൽ, വസ്ത്രത്തിലാകാം,
വസ്തുക്കളിലാകാം, വ്യക്തികളിലാകാം. എന്തു പറ്റും? നാളെ നിൻ്റെ ആരോഗ്യം ക്ഷയിക്കാം, നീ ആനന്ദിക്കുന്ന വ്യക്തികളുടെ ആനന്ദം ക്ഷയിക്കാം. ചിലപ്പോൾ ഭക്ഷണത്തിൽ ആനന്ദിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ പ്രായമേറുമ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ കൂടുമ്പോൾ ഉപ്പില്ലാതെ മധുരമില്ലാതെ കഴിക്കേണ്ടി വരും, ആനന്ദം നഷ്ടമാകും. എന്നാൽ കർത്താവിൽ ആനന്ദിക്കുന്നവൻ്റെ ആനന്ദം തല്ലിക്കെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. വളരെ ഭംഗിയുള്ള ഒരു വചനഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ഇന്ന് ഞാൻ എൻ്റെ കൂടെ യാത്ര ചെയ്ത സഹോദരനോട് ഈ വചനം പറഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു വൈദികനാണ്, അദ്ദേഹം ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ നടന്നു കിട്ടുമല്ലേ? ഞാൻ പറഞ്ഞു, കിട്ടും, പക്ഷേ കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? നമ്മൾ ചിലപ്പോഴെങ്കിലും ഈ വചനം വായിക്കുമ്പോൾ തലയും വാലും വായിക്കില്ല. നമ്മൾ ഈ നടുഭാഗത്തിൻ്റെ ആൾക്കാരാണല്ലോ. ഏറ്റവും മാംസളമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മീൻ വാങ്ങിച്ച നടുഭാഗം വാങ്ങിക്കുന്നവരാണ് നമ്മളല്ലേ. നമുക്ക് മാംസം മാത്രം മതി, അതിൻ്റെ കണ്ടൻറ്റ് മാത്രം മതി. നമ്മൾ പലപ്പോഴും ഈ തലക്കെട്ടുകളിലൂടെ കടന്നുപോയി വചനം കേൾക്കുന്നൊരു സ്വഭാവമുണ്ട് അല്ലേ. ചിലപ്പോൾ അതിനൊക്കെ ചിലർ തലക്കെട്ടുകളൊക്കെ കൊടുക്കും, നല്ല അട്രാക്റ്റിംഗ് ആയിട്ടുള്ള. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിനൊരു തലയും വാലും ഉണ്ട് കേട്ടോ. അതൊന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. 21 മുതലുള്ള വാക്യം. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. 21-ാമത്തെ വചനം, 22-ാം അധ്യായം 21-ാം തിരുവചനം, ജോബിൻ്റെ പുസ്തകം. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. സമാധാനത്തിൽ കഴിയണമെങ്കിൽ ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് ദൈവവുമായിട്ട് രമ്യതയിലാകുക. ദൈവവുമായിട്ട് നീ രമ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്യജീവികൾ പോലും നിന്നോട് രമ്യതയിലാകും. നിനക്കെതിരെ വരുന്നവർ പോലും, നിൻ്റെ ശത്രുക്കൾ പോലും നിന്നോട് സമാധാനത്തിൽ വർത്തിക്കാൻ ഇഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന്. 2 പറയുകയാണ്, അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ അടുത്തത് എന്താണ്? വചനം സ്വീകരിക്കുക. വചനം കേൾക്കണം, കേട്ടാൽ മാത്രം പോരാ, സൂക്ഷിക്കണം. എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് എന്തിനാണ്? ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഒരിക്കലും ആർക്കും അവിടെ നിന്ന് അതെടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല. ഹൃദയത്തിൽ സൂക്ഷിക്കണം, ബുദ്ധിയിലല്ല, ചിന്തയിലല്ല. ഹൃദയം, നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം നാം സൂക്ഷിക്കണം. വീണ്ടും പറയുകയാണ്, ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 3-ാമത്തെ സ്റ്റെപ്പ്, സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ തിരിച്ചു വന്ന് എളിമപ്പെടുത്തുക, സമാധാനപ്പെടുക. നമ്മൾ എളിമയുടെ മാർഗത്തിലൂടെ ചരിക്കണം. എന്തിനാണ് ഈ എളിമയുടെ ആവശ്യം? അഹങ്കാരത്തിൻ്റെ ചിന്തയിലൂടെ മതിച്ച് നടക്കുമ്പോൾ ഇതൊക്കെ ഞാൻ നടത്തി തരാം, ഇതൊക്കെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം, ഞാൻ ചെയ്തു കാണിച്ചു തരാം. ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സമാധാനം കിട്ടുകയില്ല, ആനന്ദം ഉണ്ടാകുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന്, കർത്താവേ, എൻ്റെ പിഴ, ഇതെൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുടുംബത്തിൽ ഞാനാണ് പ്രശ്നക്കാരൻ, എനിക്ക് കൂടുതൽ കൃപ വേണം ഈശോയെ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വെളിച്ചം വേണം കർത്താവേ എന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ വചനം പറയുകയാണ്, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ. 4-ാമത്തെ സ്റ്റെപ്പ്, അനീതി, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം. എന്താണ് ഈ ദൈവത്തിൻ്റെ നീതി? എന്താണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അനീതി? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും യെശയ്യാ പ്രവചനത്തിലും ഇപ്രകാരം പറയും, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ ഇനി ഒടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചതഞ്ഞതല്ലേ, അതിനെ ആരെങ്കിലും ഒടിക്കേണ്ട കാര്യമുണ്ടോ? ഞാങ്ങണ കണ്ടിട്ടുള്ളവർക്കറിയാം, അതൊരു പൊള്ളച്ചെടിയാണ്, ഒരു പൊള്ള തണ്ടാണ്. അത് ചതഞ്ഞു പോയാൽ ഒടിഞ്ഞതിന് തുല്യമാണ്. പുകഞ്ഞ തിരി കെടുത്തേണ്ട ആവശ്യമില്ല, കെട്ട് കഴിയുമ്പോഴാണല്ലോ പുക വരുന്നത്. വചനം പറയുകയാണ്, പുകഞ്ഞതിനെ പോലും കെടുത്താതെ, ചതഞ്ഞതിനെ പോലും ഒടിക്കാതെ ജീവിക്കുന്നത് കർത്താവിൻ്റെ നീതി.
ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യ്ക്കുന്ന ദൈവത്തിൻ്റെ നീതി. അപ്പോൾ എന്താണ് അനീതി? കർത്താവിൻ്റെ നീതി അല്ലാത്തതൊക്കെ അനീതിയാണ്. കർത്താവിന് ഇഷ്ടമില്ലാത്തതൊക്കെ അനീതിയാണ്. കർത്താവിൻ്റെ നീതി പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് എല്ലാവരോടും സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റിയില്ലല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തവരെ പറ്റി നമുക്ക് എന്തെങ്കിലും ആവലാതിയുണ്ടോ? ചിലർ നമ്മളെ വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു, നമ്മളെ മുറിപ്പെടുത്തി. നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചിന്ത എന്താണ്? അല്ലെങ്കിൽ അവരോട് തോന്നുന്നത് എന്താണ്? ഒരു വിരോധം തോന്നും, അത് വെറുപ്പായിട്ട് മാറും, അത് വിദ്വേഷമായിട്ട് മാറും. പക്ഷെ അത് നമ്മൾ വലിയ കാര്യമാക്കാറില്ല. ആ വെറുപ്പുള്ളിൽ കൊണ്ട് നടക്കും. അവരോടുള്ള ആ വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കും. ഈ വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ, വിരോധം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, കർത്താവിൻ്റെ ആനന്ദം എവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? കാരണം ഹൃദയത്തിൽ വെറുപ്പാ, ഹൃദയത്തിൽ നൊമ്പരമാ, ഹൃദയത്തിൽ ദുഃഖമാ. അവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദിക്കാൻ, കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം അവിടെ മുഴുവനും വെറുപ്പും വേദനയും സങ്കടവും നിരാശയും ദുഃഖവും അങ്ങനെ ഭീതിയും ഭയവും ഒക്കെ കുടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുക, നമ്മളോട് പറയുക, നീ അനീതി അകറ്റിക്കളയണം. നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ അനീതി അകറ്റിക്കളയണം. ഇനി 5-ാമത്തെ സ്റ്റെപ്പ്, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ. സ്വർണത്തെ പൊടിയിലും, സ്വർണത്തെ മണ്ണിൽ, സ്വർണത്തെ തൃണവൽക്കരിക്കുന്നത് നടക്കുന്ന കാര്യം വല്ലതും ആണോ? സ്വർണം ഉപേക്ഷിക്കാനോ, സ്വർണത്തെ മറന്നു കളയാനോ? അതിലും കൂടിയതാണ് ഓഫീർ പൊന്ന്, തങ്കക്കട്ടി. അതിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിൽ എറിഞ്ഞു കളയുക. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അലിയിച്ച് നശിപ്പിച്ച് കളയാനാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ആനന്ദം സ്വർണത്തിലും അതിലും കൂടിയല്ല, അതിലും മേലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. വചനം പറയുക, നീ ഭൗതിക നിലത്തിലുള്ള ഈ ആനന്ദങ്ങളെ, ലോകത്തിൻ്റെ സന്തോഷങ്ങളെ നീ കെടുത്തിക്കളയുമെങ്കിൽ, ഉപേക്ഷിക്കുമെങ്കിൽ. വീണ്ടും പറയുക, ഇനി ആ സ്റ്റെപ്പ് ഒന്നും കൂടെ വ്യക്തമായി പറയാ, സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും ആകുമെങ്കിൽ. എനിക്ക് വിലയുള്ളതെന്താ? കർത്താവാണോ? അവൻ്റെ വചനമാണോ? അവൻ്റെ ആത്മാവാണോ? കൂദാശകളാണോ? ഒന്ന് ചിന്തിച്ച് നോക്കണം. എനിക്കെന്താ വിലയുള്ളത്? നാമൊക്കെ വില കൊടുക്കുന്നത് എന്തിനാ? കർത്താവിന് എന്തെങ്കിലും വില കൊടുക്കാറുണ്ടോ? പലപ്പോഴും ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടായ്മകൾക്കൊക്കെ, പ്രാർത്ഥനകൾക്കോ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ പല ആൾക്കാരും പ്രെയറാണ്, അത് കുഴപ്പമില്ല, ധ്യാന ശുശ്രൂഷയാണ്, കുഴപ്പമില്ല, ഇന്ന് അവധി എടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഒന്നും കൂടെ ഓവർ ടൈമിന് ജോലിക്ക് പോവാം. കർത്താവിന് ഒരു വിലയും കൊടുക്കില്ല. ഞായറാഴ്ചയും അത് സാരമില്ല, അത് ഇന്നിപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ കാരണം? കർത്താവിന് നമ്മൾ വില കൊടുക്കുന്നു. കുടുംബ പ്രാർത്ഥന അത് സാരമില്ല, മാറ്റിവെക്കാം. വചനം വായിക്കും, വ്യക്തിപരമായ പ്രാർത്ഥന അതൊക്കെ മാറ്റിവെക്കാം, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. കർത്താവിന് ഒരു വിലയുമില്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുക, സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ വായുവിലായി പോകുന്നത്, സ്വർഗത്തിലേറാതെ അത് തിരിച്ച് അനുഗ്രഹമായിട്ട് പെയ്യാതിരിക്കാനുള്ള കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ചുറ്റുവട്ടത്ത് മാത്രം കറങ്ങി നിൽക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ, ഇന്നത്തെ കാര്യം നടന്നു കിട്ടണം, ഇന്നെനിക്ക് എൻ്റെ ഈ പ്രാർത്ഥനയെ ദൈവമേ, കർത്താവേ, ഇതെനിക്ക് നടത്തി തരാമോ? കർത്താവ് ആനന്ദിക്കുന്ന ആത്മാവിനെ നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രാർത്ഥന നിരാശക്ക് കാരണമായി മാറുകയില്ല അങ്ങനെയാണെങ്കിൽ. കാരണം പലപ്പോഴും പലരും പ്രാർത്ഥിച്ച് നിരാശപ്പെട്ടു പോയി. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച് നശിച്ചു പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ന് ഈ വചനം പറയുന്നത് വ്യക്തമായിട്ടും വിരൽ ചൂണ്ടുന്നത് എനിക്ക് നേരെയാണ്. എന്നോട് പറയുക, നിന്റെ ജീവിതത്തിൽ നീ മാറ്റം വരുത്താതെ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, മറുപടി ലഭിക്കുകയില്ല എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, മാറ്റങ്ങൾ വരുത്തി പ്രാർത്ഥിക്കണം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. നമുക്കറിയാമല്ലോ, 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരുവൻ എന്നും പ്രാർത്ഥിക്കുന്നവനാ, മിടുക്കനാ, ഉപവാസമുണ്ട്,
അതുപോലെ തന്നെ മറ്റ് പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന, വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എന്നും പള്ളിയിൽ പോകുന്ന, ദേവാലയത്തിൽ പോയി മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ, ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പോയി അവൻ്റെ പ്രാർത്ഥന ദൈവം അന്ന് സ്വീകരിച്ചില്ല എന്ന് ഈശോ മിശിഹ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഒരു ചുങ്കക്കാരൻ, പള്ളിയിൽ ഇന്ന് വരെ പോകാത്തവൻ, ദേവാലയത്തിൻ്റെ മുറ്റത്തെത്താത്തവൻ, ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ആ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വന്ന് ആ വാതിലിൻ്റെ മറവിൽ നിന്ന് പ്രാർത്ഥിച്ചു. വചനം പറയുകയാണ്, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. മറ്റവൻ ശാസിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലത്തെ പ്രാർത്ഥന വൃഥാവിലായി പോയത് എന്ന് ചിന്തിക്കുമ്പോൾ വചനം അതിൽ വെളിച്ചം തരികയാണ്. മറ്റവനെ ആക്ഷേപിച്ചു, അവനെ പുച്ഛിച്ചു. എന്താണ് പുച്ഛം? ഞാൻ അവനെ പോലെ അല്ല. അവൻ പറഞ്ഞതിൽ വല്ല കള്ളമുണ്ടോ? ഞാൻ നോക്കി, അവൻ പറഞ്ഞതിൽ ഒരു കള്ളവും ഇല്ല. അവൻ പറഞ്ഞ സത്യമാണ്, അവൻ പറഞ്ഞത് സത്യമാണ്. എന്താ അവൻ പറഞ്ഞതിലുള്ള തെറ്റ്? ഞാൻ ആ ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ? സത്യമല്ലേ? പക്ഷേ കർത്താവ് എന്തുകൊണ്ടാണ് അവനെ തള്ളിക്കളഞ്ഞത്? എന്തുകൊണ്ടാണ് മറ്റവനെ സ്വീകരിച്ചത്? അവൻ്റെ മനോഭാവം മാറ്റി. ഇതാ ഈ ഫരിസേയനാകട്ടെ, അവൻ്റെ മനോഭാവം മാറ്റാനോ തിരുത്താനോ അവൻ തയ്യാറായില്ല. മാത്രമല്ല, അവൻ പ്രാർത്ഥിച്ചത് എന്താണ്? അവൻ എന്താ പ്രാർത്ഥിച്ചത്? ഞാനെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തുകയല്ല, തന്നെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുക. തന്നെ തന്നെ ദൈവസന്നിധി ഉയർത്തുകയാണ്. ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം നൽകിയ കൃപയും കാരുണ്യവും മറന്നു. ദൈവമേ, ഒരുപക്ഷെ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അതെത്രമാത്രം അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുക: കർത്താവേ, ഞാനിതാ നീ നൽകിയ വചനമൊക്കെ അനുസരിച്ച് നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. എനിക്ക് നീ കൃപ നൽകി, ഇതൊക്കെ പാലിക്കാനുള്ള അഭിഷേകം നൽകി. കർത്താവേ, നിനക്ക് സ്തുതി. എന്നിട്ട് ആ ചുങ്കക്കാരനെ നോക്കിയിട്ട് ഒരു വാക്ക് ഇപ്രകാരം പറയാമായിരുന്നു: കർത്താവേ, നീ എനിക്ക് നൽകിയ കൃപ കൊണ്ടാണല്ലോ ഞാൻ അവനെപ്പോലെ ആകാതിരുന്നത്. ആ കൃപ അവനും കൂടെ നൽകണമേ, ലോകം മുഴുവനും പകരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അവനൊരു മധ്യസ്ഥ വിശുദ്ധനായി അവൻ സ്വർഗത്തിൽ കയറുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ മനോഭാവത്തിലെ മാറ്റം ഇതാ ഒരുവനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ പറ്റി ആനന്ദിക്കാൻ പറ്റണം. ലോകത്തിൻ്റെ സുഖസുഷുപ്തിയിൽ കഴിയുമ്പോൾ, ലോകത്തിൻ്റെതായ മനോഹാരിതകളിൽ നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്നു നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും കർത്താവിൽ ആനന്ദിക്കാൻ പറ്റുകയില്ല കേട്ടോ. നമുക്ക് കർത്താവിൽ ആനന്ദിക്കണമെങ്കിൽ ഈശോയിലേക്ക് നോക്കണം. ഈശോയിലേക്ക് നോക്കി, ഈശോയുടെ പ്രവൃത്തികളെ നോക്കി, ഈശോയുടെ ജീവിതത്തെ നോക്കി നമുക്ക് ആനന്ദിക്കാൻ പറ്റണം. ഈശോയെ നോക്കി നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിൽ ആനന്ദിക്കാൻ പറയുമ്പോൾ ഈശോ ജനിച്ചത് എങ്ങനെയാണ്? നമുക്കറിയാം, ബത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു. എന്നിട്ട് അവൻ പറയുക, ഇതാ മാളങ്ങളുണ്ട് കുറുക്കന്മാർക്ക്, പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഇടമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ എത്രയോ മടങ്ങായിട്ട് സന്തോഷിക്കാനുള്ള പല വകകളുണ്ടല്ലേ. എങ്കിൽ കർത്താവ് ഈശോ മിശിഹ അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ആനന്ദിക്കാനുണ്ടായ വക എന്താണ്? ഇതാ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്: ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാ. എന്താ ഈ പറഞ്ഞതൊക്കെ? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ജീവിതം നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കാനുള്ളതാണ്. ഇതാ ഈ മനുഷ്യജീവിതം ധന്യമാകുന്നത് ധനം കൊണ്ടല്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് വേണ്ടത് ധനമല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ആരോഗ്യമല്ല, നമുക്ക് വേണ്ടത് സ്വസ്ഥമായ സൗകര്യങ്ങളൊന്നുമല്ല. നമുക്ക് വേണ്ടത് ദൈവകൃപയാണ്, ദൈവ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കഴിഞ്ഞകാല ജീവിത അനുഭവത്തിൽ ഞാൻ ഏറ്റവും അധികം ദൈവാനന്ദം അല്ലെങ്കിൽ ദൈവാനുഭവം അനുഭവിച്ചത് ഒന്നുമില്ലാതിരുന്നപ്പോഴാണ്. വേദനയിലും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളിലും എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലും ഏറ്റവും നിന്ന അപമാനങ്ങളിലും കണ്ണുനീരോടുകൂടെ നിൽക്കുമ്പോൾ കർത്താവ് അവൻ തരുന്ന ആനന്ദമുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, അതൊന്ന് അനുഭവിച്ചറിയണം. അത് അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയും, കർത്താവേ, എനിക്കാരും വേണ്ട, എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്നേഹം വേണ്ട, മക്കളുടെ സ്നേഹം വേണ്ട, സഹോദരങ്ങളുടെ സ്നേഹം വേണ്ട, എനിക്ക് നീ മാത്രം മതി. നമ്മൾ പാട്ടുപാടാറില്ലേ, നീ മാത്രം മതി, നീ മാത്രം മതി. പാടിപ്പോകാനൊക്കെ എളുപ്പമാണ്. നീ മാത്രം മതി എന്നുള്ള അനുഭവത്തിൽ ജീവിതത്തിൽ
പാടാനല്ല പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, ഈശോ നൽകുന്ന ആനന്ദം, പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം ആർക്കും തരാൻ, ഈ ലോകത്തിൽ ഒരു വ്യക്തികൾക്കും തരാൻ, അവരെത്ര പുണ്യാത്മാക്കളായാൽ പോലും തരാൻ പറ്റുകയില്ല. അതാണ് ഈശോ പറയുന്നത്, ഞാൻ തരുന്ന സമാധാനം. കർത്താവിൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല. ഇതാ ആർക്കും ആ സമാധാനം എടുത്തു മാറ്റാൻ പറ്റുകയില്ല. ആര് വിചാരിച്ചാലും, ആര് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും. കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ചധികം ആൾക്കാരെങ്കിലും വന്ന്, ബ്രദറെ, ചില കൂടോത്രങ്ങൾ ചെയ്തു, ചില മന്ത്രങ്ങൾ ചെയ്തു, ചില കൈവശം കെടുത്തു, അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതം താറുമാറായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാ സത്യത്തിൽ ഭയക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടേണ്ടത് ഒരുവനെ മാത്രമേ ഉള്ളൂ. ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. ഇന്ന് നമുക്കെല്ലാം ഭയമാണ്. ഭയം എന്തുകൊണ്ടാണ് ഭയം? എന്താണ് ഈ ഭയം മുഴുവനും? ഇതൊക്കെ ആരെങ്കിലും കൊണ്ടുപോവോ? ഇതൊക്കെ നഷ്ടപ്പെടുവോ? മക്കളെ പറ്റി ഭയമാണ്. പഠിക്കാൻ വിട്ടു, ഭയമാണ്. തിരിച്ചു വരുമെന്ന് ഭയമാണ്. നാളെ എന്താണ് അവരുടെ അവസ്ഥയെന്നറിയാതെ ഭയങ്ങൾ ഇന്ന് ഭരിക്കുക. ഭയങ്ങൾ ഭരിക്കുന്ന കുടുംബങ്ങളായി, വ്യക്തികളായി നമ്മൾ മാറുകയാണ്. സന്തോഷം നമ്മളിലില്ല. സന്തോഷം നമ്മളെ നയിക്കണം. സന്തോഷം നമ്മളിൽ നിറയണം. ആനന്ദം നമ്മളിൽ നിറയണം. പ്രിയപ്പെട്ടവരെ, ഈ ഭയം വരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസികളായി ജീവിക്കാൻ പറ്റുകയില്ല. ഇതാ യേശുവിൻ്റെ കൂടെ വഞ്ചിയിൽ കയറിയ ശിഷ്യന്മാർ വെള്ളത്തിൻ്റെ ആധിക്യം കണ്ടപ്പോൾ, തിരമാല കണ്ടപ്പോൾ, കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ ഭയന്നു തുടങ്ങി. അവർ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇതാണ് അവരുടെ ഭയം, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരുടെ, കർത്താവ് എഴുന്നേറ്റ് ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം എവിടെ? വിശ്വാസം എവിടെ? പോക്കറ്റിൽ മറന്നുപോയി കർത്താവേ, അത് വഴി വെച്ചു, വീട്ടിൽ വെച്ചു. അല്ല, വിശ്വാസം എവിടെയെന്നാ ചോദിക്കുന്നേ. എന്താ ഈ വിശ്വാസം? എന്ത് വിശ്വാസത്തെക്കുറിച്ചാ? കർത്താവ് ഇതാ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ എൻ്റെ കൂടെ പടവിലുണ്ട്. ഈ കാറ്റിനെയും ഈ കടലിനെയും നിയന്ത്രിക്കുന്നവൻ കർത്താവ് ഈശോ മിശിഹ, രക്ഷകനായ മിശിഹ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം അവിടെ ഹൃദയത്തിലുണ്ടായിരുന്നെങ്കിൽ, ആ വിശ്വാസം ആനന്ദം കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ, ഒരു വേള അവരത് മറന്നുപോയി. കർത്താവ് കൂടെയുണ്ട്. ഈ യേശുവിൻ്റെ ഒപ്പം രക്ഷകനായ മിശിഹായാണ് വള്ളത്തിൽ, ഈ വഞ്ചിയിൽ. ഞങ്ങളെ വിളിച്ചവൻ അവനാണ്, രക്ഷകനാണ്, മിശിഹായാണ്, കർത്താവാണ്. ഇതവർക്ക് നൽകേണ്ട ആനന്ദം. ആ ആനന്ദത്തോടുകൂടി അവർ ആ വള്ളത്തിൽ ഇരുന്നിരുന്നെങ്കിൽ അത് അവർക്ക് വലിയ സന്തോഷവും വിടുതലുമായി മാറുമായിരുന്നു. അവരുടെ മുമ്പിൽ ആ കാറ്റും കടലുമെല്ലാം തന്നെ ശാന്തമാകുമായിരുന്നു. എന്നാൽ അവർ ആ ആനന്ദം നഷ്ടപ്പെടുത്തി. കർത്താവ് കൂടെ ഉള്ളപ്പോഴും നമുക്ക് ആനന്ദിക്കാൻ പറ്റുകയില്ല. കാരണം ഭയം നമ്മളെ കീഴ്പ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നാം ഇന്ന് പറയുന്ന ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യം, ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. രമ്യതയിലാകുക. പാപത്തെ ഉപേക്ഷിച്ച്, പാപത്തെക്കുറിച്ച് അനുതപിച്ച്, എളിമപ്പെട്ട്, കർത്താവിൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച്, ലോകത്തിൻ്റെ സുഖങ്ങളെയും സുഖഭോഗങ്ങളെയും വെറുത്തുപേക്ഷിച്ച്, കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച്, അവൻ്റെ ആനന്ദത്തിൽ, ദൈവത്തിൽ ആനന്ദിച്ച് മുന്നോട്ട് പോകുമ്പോൾ, സങ്കീർത്തകൻ 37-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം പറയുന്നത് പോലെ ഇപ്രകാരം ദൈവം നിൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരും. നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനം പാലിക്കാൻ ഈശോ തൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.